ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വൈകിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് നോമ്പാണ്, നമ്മുടെ മിറാജിൻ്റെ നോമ്പായിരുന്നു. നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ബിരിയാണിയും അതേപോലെ പിന്നെ ഒരു സ്നാക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ, കാരണം നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് അടുപ്പത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വേറെ അടുപ്പത്ത് മറ്റൊരു കുക്കർ എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെയ്ച്ചോറുണ്ടാക്കുന്ന വീഡിയോ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ, വേവൊന്നും അധികമായി പോവില്ല. അപ്പോൾ ആദ്യം ഓയിലും നെയ്യും കൂടെ ഇട്ടിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് പിന്നെ ആ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള അരിക്ക് വ്യത്യാസം വരും കേട്ടോ. ചില അരിക്ക് കൂടുതൽ വെള്ളം വേണം, ചിലത് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ നമുക്ക് ഞാൻ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഒരു 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ കുക്കറിൽ ഞാനിതാ ഒരു 4 വലിയ സവാളയും അതേപോലെ 3 തക്കാളിയും കൂടി അരിഞ്ഞിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ച് അതേ കുക്കറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ മുമ്പേ ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടൂലേ, അതേ ഒരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിപ്പോൾ ആ കുക്കറും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറ് വെക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയം തന്നെ അരി ഒന്ന് കഴുകി എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വളരെ കുറച്ച് ഒന്ന് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം നെയ്യ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 വിസിൽ മതി കേട്ടോ. 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ വെക്കുക. എയർ പോയി കഴിഞ്ഞാൽ കറക്റ്റ് വേവായി കിട്ടും. അങ്ങനെ കുക്കർ അടച്ചിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയുള്ള മിക്സിയില്ലേ, അതും കൂടെ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒരു 3-4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. പ്രത്യേകം തന്നെ പറയുകയാണ്, വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ബിരിയാണി ഇല്ലേ, അതൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയും കളർ മതിയേ. എന്നിട്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ അത് മിക്സാക്കിയതിന് ശേഷം സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സവാള ആയാലും അതുപോലെ തന്നെ തക്കാളി ആയാലൊക്കെ ഇതുപോലെ ആവണം. ഇത് ഞാൻ സാധാ ഇതിന് മുമ്പ് ബിരിയാണി റെസിപ്പി കാണിച്ചപ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ സവാളയും തക്കാളിയും ചെയ്തെടുക്കാറ്. പക്ഷേ ഇതിൽ ആ സമയത്ത് ഞാൻ ഓയിലാണ് ഒഴിക്കുക.
പക്ഷേ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇനി കുറച്ച് സമയം അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ മസാലയൊക്കെ സവാളയിലും തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളെ ചേർത്ത് കൊടുക്കാണ്ട്. ഞാൻ പുളിക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ചിട്ട് വെച്ച ചിക്കനില്ലേ അതും കൂടെ ആ സ്റ്റോക്കോട് കൂടി ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഞാൻ ഇതിൽ നിന്നും കുറച്ച് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതിൻ്റെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ വിനാഗിരി ചേർത്തപ്പോൾ ഞാനൊരു സംഭവം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ കേട്ടോ വീഡിയോയിൽ കിട്ടാത്തത് കണ്ടത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ അളവ് കൂടി പോകരുത്. ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ അത്രയും ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. അതുപോലെ തന്നെ വിനാഗിരിയുടെയും പഞ്ചസാരയും അളവ് കൂടുകയും കുറയുകയും ചെയ്യരുത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി മിക്സാക്കിയതിന് ശേഷം ചപ്പ്, പുതിന, കറിവേപ്പില ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയോടെ തന്നെ വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറൊക്കെ ഞാൻ 2 വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ട് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തമ്മിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല റെഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ഞാനിതിന് മുമ്പേ വീഡിയോ കാണിച്ചിട്ടില്ലേ അതുപോലെയാണ്. അപ്പോൾ പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ മസാലയുടെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുക കേട്ടോ. തീ കൂട്ടി വെക്കരുത്, പറ്റേ കുറച്ചും വെക്കേണ്ട. പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഞാൻ നെയ്യിട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ മറന്നുപോയി, അതിൽ ഞാനൊരു മഞ്ഞൾപ്പൊടി ഏകദേശം 2-3 ടീസ്പൂൺ പാലെടുത്തിട്ട് അതിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ ഞാൻ ഇന്ന് സ്നാക്ക് ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റാണ്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് നിധുവിനാക്കിയിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജൊക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ റമദാനായാലും വേറൊക്കെ എന്ത് നോമ്പിൻ്റെതൊക്കെ ആയാലും അവരാണ് എനിക്ക് ചെയ്തു തരിക. അപ്പോൾ ഞാൻ അവനൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. മുഴുവനായിട്ടാവാൻ നിന്നാൽ ഒരുപാട് പാത്രമാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ ഞാൻ എന്തൊരു പണി ചെയ്യുമ്പോഴും ഇടയിലാവുന്ന പാത്രങ്ങൾ അങ്ങനെ അപ്പോൾ തന്നെ കഴുകിയെടുക്കും. അപ്പോൾ നിധു ക്യാബേജും ക്യാരറ്റൊക്കെ റെഡിയാക്കിയിട്ട് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ബ്രെഡ് അതുപോലെ തന്നെ ബ്രെഡിൻ്റെ അരികൊക്കെ എനിക്ക് അവൻ തന്നെ കട്ട് ചെയ്ത് തന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ഡവറയിലുള്ള മിക്സ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1 കപ്പ് വെള്ളത്തേക്ക് 1/2 കപ്പ് മൈദയും 1 മുട്ടയും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ്. അതാണ് കേട്ടോ ഈ കൂട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ആ മിക്സി ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ അരി കൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് വേണം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ തീരെ കുടിക്കില്ല എന്നല്ല, എന്നാലും ഒരുപാട് അങ്ങോട്ട് കുടിക്കുകയൊന്നുമില്ല. പ്രശ്നമില്ല കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ചെയ്യും. എന്നാൽ നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. തിരിച്ചും മറിച്ചിട്ട് ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് നന്നായിട്ടൊന്ന് പൊള്ളിച്ചിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയം തന്നെ നിധു മറ്റതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്.
എനിക്കിങ്ങനെ എന്ത് ഹെൽപ്പ് ചെയ്യാനും ഇതാണ് കേട്ടോ മുന്നിലുണ്ടാവുക. സ്നാക്ക് ഉണ്ടാക്കാനാണെങ്കിലും എങ്ങനെയൊക്കെ ആയാലും ഈ റമദാൻ മാസത്തിലൊക്കെ നമ്മളെല്ലാം ദിവസവും എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കൂലേ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാവനാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വളരെ ചെറിയ കഷ്ണം ഒരു ക്യാബേജും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ മക്കൾക്ക് വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് സവാളയൊന്നും ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാനിതാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതും കാണിച്ചതൊക്കെയാണ്, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആവശ്യത്തിന് മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടിയും, ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, മയോണൈസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം കൂടുതൽ മയോണൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മയോണൈസ് കുഴപ്പമില്ല കേട്ടോ, ഞാൻ മുട്ടയും ഓയിലൊന്നും അധികം ചേർക്കാതെ ചെയ്യുന്ന ഒരു മയോണൈസാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ തന്നെ എനിക്കിതാ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു പോക്കറ്റായിട്ട് നല്ലപോലെ കിട്ടും കേട്ടോ. എന്നിട്ടിപ്പോൾ നമുക്ക് ഫില്ലിങ്സൊക്കെ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാരറ്റിനും ക്യാബേജിനും ഫില്ലിങ്ങിൽ ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വലിയ പീസായാൽ ഈ ബ്രെഡ് പോക്കറ്റിൽ ചേർക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അനീഫ്ക ഇവിടെ ഇല്ല. അനീഫ്കാക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ള പരിപാടിൻ്റെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാനും ഇതും ഷിനു അച്ചു മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. അതൊന്നും പിന്നെ ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി ഞാൻ ഒന്ന് മിക്സാക്കി എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കുക കേട്ടോ. മക്കളിത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടോ, നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെ ഇല്ലേ ഇമ്മാന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു. നല്ല ടേസ്റ്റിലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബ്രെഡ് പോക്കറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.